നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആരും പറയാത്ത അറിവുകൾ എന്നുള്ള ഹെഡിങ്ങില് ഇതുവരെ ആരും പറയാത്ത അറിവുകളല്ല, എന്നാൽ ആരും ഇപ്പോൾ അധികം ശ്രദ്ധിക്കാത്ത ചില അതിപ്രധാനപ്പെട്ട അറിവുകളാണ് നിങ്ങൾക്കായിട്ട് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഹൈന്ദവീയമായിട്ടുള്ള, നമ്മളുടെ ഭാരതീയമായിട്ടുള്ള ചില അതിപ്രത്യേകതയുള്ള എന്നാൽ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ചില അറിവുകൾ നമുക്ക് ഈ വീഡിയോയിലൂടെ പകരാം. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ലൈക്കും ഷെയറും കമന്റും ഒക്കെയാണ് എനിക്ക് കിട്ടുന്ന പ്രചോദനം. ഒന്നിലധികം വളരെയേറെ പ്രയോജനം ചെയ്യുന്ന അറിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ പറയുന്നത് കുബേര ഭഗവാന്റെ അതിവിശേഷപ്പെട്ട ചില പ്രത്യേകതകളാണ്. ചുവന്ന അവലാണ് കുബേരന് വിശേഷപ്പെട്ട നിവേദ്യം. വടക്ക് ദിക്കിന്റെ അധിപനാണ് കുബേരൻ. കുബേരന്റെ അനുഗ്രഹമില്ലാത്ത ഒരാൾക്കും ധനവാനാകാനായിട്ട് സാധിക്കില്ല. വടക്ക് ദിക്കിന്റെ അധിപനായതുകൊണ്ട് തന്നെ വടക്ക് ദിക്കിലേക്ക് നോക്കി ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും പ്രാർത്ഥനയും കുബേരനിൽ വളരെയേറെ പെട്ടെന്ന് എത്തിച്ചേരുമെന്നാണ് വിശ്വാസം. വെൺകുതിരയാണ് കുബേരന്റെ വാഹനം. വ്യാഴാഴ്ച വൈകിട്ട് 5:30 മുതൽ 6 മണി വരെയുള്ള സമയത്തെ കുബേരകാലം എന്നാണ് പറയപ്പെടുന്നത്. ഈ സമയത്ത് വീട്ടിലോ ജോലി ചെയ്യുന്ന ഓഫീസിലാണെങ്കിൽ അവിടെയോ വടക്ക് ദിക്ക് നോക്കി നിന്നുകൊണ്ട് കുബേരന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോയെ നോക്കിക്കൊണ്ട് വിളക്ക് കത്തിച്ച് വയ്ക്കാൻ സാധിക്കുമെങ്കിൽ വിളക്ക് കത്തിച്ചു വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഉറപ്പായും കുബേരന്റെ അനുഗ്രഹം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. വിളക്ക് കത്തിക്കാനും ഫോട്ടോ വയ്ക്കാനും ഒന്നും സാഹചര്യമില്ലെങ്കിലും സങ്കല്പിച്ചുകൊണ്ട് കുബേര മന്ത്രങ്ങൾ ഈ സമയത്ത് ജപിക്കുന്നത് വളരെ വിശേഷപ്പെട്ട അനുഗ്രഹത്തിന് ഓരോ വ്യക്തിയെയും പ്രാപ്തരാക്കും. ഇനി നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ കേശവ രൂപങ്ങളെ കുറിച്ച് ചില പ്രത്യേക അറിവുകൾ നിങ്ങൾക്കായിട്ട് പകരാം. മഹാവിഷ്ണുവിന്റെ ദിവ്യനാമങ്ങൾ 1000 ഉണ്ട് എന്നാണ് ആഴ്വാന്മാർ അവരുടെ കൃതിയിൽ പുകഴ്ത്തിയിട്ടുള്ളത്. അവയിൽ കേശവ, നാരായണ, ഗോവിന്ദ, മാധവ, വിഷ്ണുവേ, ത്രിവിക്രമ, വാമന, ശ്രീധര, ഋഷികേശ, പത്മനാഭ, ദാമോദര, മധുസൂദന എന്നീ പേരുകളൊക്കെ പലരും പതിവായി ജപിക്കാറുള്ളതാണ്. ഇവയിൽ ഓരോ പേരിനും ഓരോ പൊരുളുണ്ട്. അതിൽ ആദ്യത്തെ പേരാണ് കേശവൻ എന്നുള്ളത്. കേശി എന്ന അസുരനെ മഹാവിഷ്ണു നിഗ്രഹിച്ചതുകൊണ്ടാണ് ഈ പേര് ഭഗവാന് ലഭിച്ചത്. കേശവൻ എന്നാൽ മനോവിഷമത്തെ നശിപ്പിക്കുന്നയാൾ എന്നും പറയുന്നുണ്ട്, അർത്ഥമുണ്ട്. 4 കൈകളുണ്ട് കേശവന്. കയ്യിൽ ശംഖ്, ചക്രം, താഴത്തെ വലത്ത് കൈയിൽ അഭയമുദ്ര, ഇടത്തെ കൈ ആകട്ടെ തുടയുടെ മുകളിൽ വെച്ചുകൊണ്ടും ആണ് കേശവന്റെ സ്ഥിതി. ഭഗവാന്റെ ഈ രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കേശവ എന്ന് വിളിക്കുന്ന ഒരാൾക്ക് സങ്കടങ്ങളെല്ലാം അകലും എന്നാണ് വിശ്വാസം. നമ്മുടെ മനസ്സിനെ സങ്കടങ്ങൾ അലട്ടുന്ന സമയത്ത് ഭഗവാന്റെ ഈ രൂപത്തെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് കേശവ എന്ന് വിളിച്ചു നോക്കൂ. നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം അലിഞ്ഞലിഞ്ഞില്ലാതാകുന്നതാണ്. ഇപ്പോൾ നമുക്ക് ദാമ്പത്യ ഐക്യത്തിന് വേണ്ടിയിട്ട് എടുക്കേണ്ട പരാശക്തി വ്രതത്തിന്റെ അത്യപൂർവമായിട്ടുള്ള ഒരു അറിവ് പരിശോധിക്കാം. മാംഗല്യഭാഗ്യം നിലനിർത്തുവാനായി സ്ത്രീകൾ അനുഷ്ഠിക്കുന്ന വ്രതമാണ് പരാശക്തി വ്രതം. ഇത് മലയാള മാസത്തിലെ അവസാനത്തെ ചൊവ്വാഴ്ച തോറും അനുഷ്ഠിക്കേണ്ട വ്രതമാണ്. അന്നത്തെ ദിവസം അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ചതിന് ശേഷം ഗണപതി ഭഗവാനെ ആദ്യം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഗണപതി ക്ഷേത്രത്തിൽ തൊഴാൻ സാധിക്കുമെങ്കിൽ തൊഴുതതിന് ശേഷം വ്രതം തുടങ്ങുക. അതേപോലെ ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഉത്തമമാണ്. ചുവന്ന പുഷ്പങ്ങളായിട്ടുള്ള ചെമ്പരത്തി തുടങ്ങിയ പൂക്കൾ കൊണ്ട് ദേവിക്ക് അർച്ചന നടത്തുന്നത് അന്നേ ദിവസം ഉത്തമമാണ്. ചെമ്പരത്തി പൂക്കൾ കൊണ്ട് അവരവരുടെ വീട്ടിൽ ദേവിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അതിൽ മാല ചാർത്തി അലങ്കരിക്കുക. അതിനുശേഷം നിവേദ്യമായിട്ട് ദേവിക്ക് പാൽ, വാഴപ്പഴം, വെറ്റില, അടയ്ക്ക എന്നിവ സമർപ്പിക്കുക. വ്രതമനുഷ്ഠിക്കുന്ന സ്ത്രീകൾ ഒരു സാധുവിനെങ്കിലും അന്നദാനം നടത്തുന്നത് അതിവിശേഷമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നവർക്ക് ദീർഘസുമംഗലി ഭാഗ്യം ഉണ്ടാകുമെന്നാണ് നമ്മളുടെ ഭാഗവതം പോലെയുള്ള ഗ്രന്ഥങ്ങൾ പറയുന്നത്. ഈ വ്രതം എടുക്കുന്നവർക്ക് എന്നെന്നും ദാമ്പത്യ ജീവിതത്തിൽ സുഖവും സന്തോഷവും നിറയുകയും ഐക്യം നിലനിൽക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. ഇനി നമുക്ക് ദേവിയുടെ മറ്റൊരു അതിവിശേഷപ്പെട്ട അറിവ് പരിശോധിക്കാം. മഹാറാണിയായി വിരാജിക്കുന്ന രാജരാജേശ്വരിയെ കുറിച്ചുള്ള അറിവാണ് പറയുന്നത്. മേരുമലയിലാണ് ബ്രഹ്മലോകം സ്ഥിതി ചെയ്യുന്നത്. വിഷ്ണുലോകം, ശിവലോകം, ബ്രഹ്മലോകം എന്നിങ്ങനെ ത്രിമൂർത്തികൾക്ക് അവരവരുടേതായിട്ടുള്ള ലോകമുണ്ട് എന്നാണ് നമ്മളുടെ പുരാണങ്ങൾ പറയുന്നത്. അതേപോലെ തന്നെ ദേവിക്ക് മേരുവിന്റെ ശിഖരത്തിൽ ഒരു പ്രത്യേക ലോകമുണ്ട് എന്നാണ് വിശ്വാസം. ശ്രീപുരം എന്നാണ് അതിന്റെ പേര്. ദേവന്മാരെ ശല്യം ചെയ്ത ഭണ്ഡാസുരൻ എന്ന അസുരനെ വധിച്ച ദേവി ഇവിടെ ലളിതാംബിക എന്ന നാമധേയത്തിൽ കൂടി
ഭക്തരിൽ അനുഗ്രഹ വർഷം ചൊരിയുന്നു. ശ്രീപുരത്തിന്റെ മധ്യത്തിലായിട്ട് ദേവലോകത്തിന്റെ സ്രഷ്ടാവായിട്ടുള്ള വിശ്വകർമാവ് ചിന്താമണി ഗ്രഹം പണിയുകയുണ്ടായി. ഈ രാജകൊട്ടാരമാണ് ദേവിയുടെ വാസസ്ഥാനം. ഇവിടെ ദേവന്മാരാകട്ടെ ദേവിയെ മഹാറാണി രാജരാജേശ്വരി എന്നാണ് പ്രകീർത്തിക്കുന്നത്. പഴനിമലയിലെ മുരുകനെ സംബന്ധിച്ച് അതിപ്രധാനപ്പെട്ട ഒരു അറിവ് നിങ്ങൾക്കായിട്ട് പറയുകയാണ്. നിങ്ങളിൽ പലർക്കും ചിലപ്പോൾ ഈ വിഷയം അറിയാമായിരിക്കും, എന്നിരുന്നാലും അറിയാത്തവർക്കായിട്ട് ഇത് സമർപ്പിക്കുന്നു. പഴനിമലയിലെ മുരുകന്റെ വിഗ്രഹത്തിൽ അദ്ദേഹത്തിന്റെ കയ്യിലായിട്ട് ഒരു ദണ്ടുണ്ട്. ആ ദണ്ടിൽ ഒരു തത്ത വിരാജിക്കുന്നുണ്ട്. തത്ത ദണ്ടിൽ എങ്ങനെ വന്നു എന്നതിന്റെ പിന്നിൽ ഒരു വലിയ കഥയുണ്ട്. ആ കഥയാണ് നിങ്ങൾക്കായിട്ട് അറിയിക്കുന്നത്. തീവ്ര മുരുകഭക്തനായിട്ടുള്ള അരുണഗിരിനാഥൻ എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. ആ കാലത്ത് അരുണഗിരിനാഥനോട് അസൂയാലു ആയിട്ടുള്ള ഒരു കവിയും ഉണ്ടായിരുന്നു. ആ കവിയുടെ പേര് സംബന്ധാണ്ടൻ എന്നായിരുന്നു. അരുണഗിരിനാഥനോട് പ്രതികാരം ചെയ്യാൻ സംബന്ധാണ്ടൻ തീരുമാനിച്ചു. അതിനുവേണ്ടി തക്കം പാർത്തിരിക്കുകയായിരുന്നു. പ്രഭു ദേവരായൻ എന്നൊരു രാജാവായിരുന്നു ആ ദേശം വാഴ്ന്നിരുന്നത്. രാജാവിനോട് അരുണഗിരിനാഥനോട് പറഞ്ഞാൽ പാരിജാതം ദേവലോകത്ത് നിന്ന് കൊണ്ടുവരുമെന്ന് പറയുകയുണ്ടായി. രാജാവിന്റെ അപ്രീതിക്ക് പാത്രമാകാൻ അരുണഗിരിനാഥന് അവസരമൊരുക്കിയായിരുന്നു ഈ കവിയുടെ ഉദ്ദേശം. ഇപ്രകാരം സംബന്ധാണ്ടന്റെ വാക്കുകേട്ട് പ്രഭുദേവരായൻ അരുണഗിരിനാഥനോട് ദേവലോകത്ത് നിന്ന് പാരിജാതം കൊണ്ടുവരാനായിട്ട് കൽപ്പിച്ചു. ദേവലോകത്ത് പോയി വരുന്നതിന് ഒരു സമയക്രമം നിശ്ചയിക്കുകയും ചെയ്തു. സാധാരണ മനുഷ്യർക്ക് സാധ്യമാകാത്ത ഒരു സമയക്രമമായിരുന്നു അത്. എന്നാൽ അരുണഗിരിനാഥനാകട്ടെ യോഗവിദ്യയെ അറിയാവുന്നതായിരുന്നു. അരുണഗിരിനാഥൻ തന്റെ ജീവനെ ഒരു തത്തയുടെ ശരീരത്തിൽ പ്രവേശിപ്പിക്കുകയും തന്റെ ഉടലാകട്ടെ തിരുവണ്ണാമല ക്ഷേത്രത്തിന് മുകൾ വശത്ത് ക്ഷേത്രഗോപുരത്തിന്റെ മുകളിലായി കിടത്തിയിട്ടാണ് തത്തയിൽ അദ്ദേഹം പ്രവേശിച്ചത്. എന്നിട്ട് ദേവലോകം തത്തയുടെ ശരീരത്തിൽ കയറി ദേവലോകത്തേക്ക് പറക്കുകയുണ്ടായി. അവിടെ ചെന്ന് പാരിജാത പുഷ്പത്തെ സ്വീകരിച്ചുകൊണ്ട് തിരികെ വന്നു എന്നാണ്. ചതിക്കാൻ അവസരം പാർത്തിരുന്ന സംബന്ധാണ്ടനാകട്ടെ അരുണഗിരിനാഥന്റെ ഉടൽ കത്തിച്ചു കളഞ്ഞു. തത്തയുടെ രൂപത്തിൽ ഭൂലോകത്തേക്ക് മടങ്ങിയെത്തിയ അരുണഗിരിനാഥൻ തന്റെ ഉടൽ കണ്ടെത്താനാകാതെ വിഷമിച്ചു. തന്റെ ഭക്തനായിട്ടുള്ള അരുണഗിരിനാഥൻ വിഷമിക്കുന്നത് കണ്ടിട്ട് സാക്ഷാൽ മുരുകൻ തത്തയെ തന്നിലേക്ക് എടുത്തു എന്നാണ് ഐതിഹ്യം പറയുന്നത്. അദ്ദേഹത്തിന്റെ ദണ്ടിൽ സർവകാലവും വിരാജിക്കുവാനുള്ള അവസരം നൽകി എന്നാണ്. നിങ്ങൾ ഇനി പഴനി ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ മുരുക ഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ കവിശ്രേഷ്ഠനും ജ്ഞാനിയുമായിട്ടുള്ള അരുണഗിരിനാഥനെ കൂടി പ്രാർത്ഥിക്കുക. അങ്ങനെ വരുമ്പോൾ പൂർണ്ണമായിട്ടും മുരുക ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുമെന്നാണ് വിശ്വാസം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ലൈക്കും ഷെയറും കമന്റും ഒക്കെയാണ് എനിക്ക് കിട്ടുന്ന പ്രചോദനം. ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇനിയും ഇതുപോലുള്ള നിരവധിയായിട്ടുള്ള അറിവുകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.